ബേസിക്കലി എൻ്റെ ഹയർ സെക്കൻഡറി കൊമേഴ്സ് സ്ട്രീം മാറുന്നില്ല. സോ എനിക്ക് ബേസിക്സിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് അക്കൗണ്ടിങ് ബേസിക്സ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. സോ എൻ്റെ കേസിൽ മിസ്സ് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അക്കൗണ്ടിങ്ങിൻ്റെ A to Z മുതൽ മിസ്സ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഹായ്, ഐ എം ജസ്വിൻ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാനിവിടെ ബ്രെയിൻസ് അക്കാഡമിയിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസാണ് ചെയ്തത്. അത് കഴിഞ്ഞ് UG ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 1 year വർക്ക് ചെയ്തു. ഞാൻ ഒരു ഫർണിച്ചർ ഷോപ്പിൽ സെയിൽസ് ആയിട്ട്. ഞാനങ്ങനെ അവിടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് പ്രൊഫഷൻ മാറ്റി പിടിച്ചാൽ കൊള്ളാൻ തോന്നിയത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അക്കൗണ്ടിങ് ഫീൽഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഏതൊരു ബിസിനസ് ആയാലും എന്തായാലും അവിടെ അക്കൗണ്ടിങ് ഫീൽഡ് കമ്പൽസറി ആണ്. ഞാനൊരു 6 month or 1 year അക്കൗണ്ടിങ് റിലേറ്റഡ് കോഴ്സ് നോക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഞാൻ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടി. അവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ബ്രെയിൻസ് അക്കാഡമി കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നി. ബ്രെയിൻസിലെ ഫാക്കൽറ്റീസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നീജ ജെമിസിനെ പറ്റി പറയണം. മിസ്സെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങനെ ആപ്റ്റ് ചെയ്യണ ഒരു ആളല്ല. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകത അല്ല, എൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഞാൻ ഒരു പ്രശ്നം ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 പ്രാവശ്യം ചോദിക്കുക. മിസ്സ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന പോലെ തന്നെ മിസ്സ് എനിക്ക് ഒരു സമയം ആളിങ്ങനെ റഷ് ആവാണ്ട് നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരും. ആൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ അടിപൊളിയായി തോന്നി. ഇവിടെ ക്ലാസ്സൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. ഓൾമോസ്റ്റ് 70% പ്രാക്ടിക്കലും 30% തിയറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നാളെ എൻ്റെ അടുത്ത് ഒരാൾ ഒരു കോഴ്സിനെ പറ്റി ചോദിച്ചാലും ഞാൻ ഹാപ്പി ആയിട്ട് ബ്രെയിൻസ് അക്കാഡമി റെക്കമെൻഡ് ചെയ്യും.